ഹലോ മക്കളെ, അപ്പൊ എല്ലാവരും എന്താണ് SSLC മോഡലൊക്കെ എഴുതാൻ റെഡി ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുകയാണെന്ന് അറിയാം. എല്ലാ കുട്ടികളും ചോദിച്ച മൂന്നാമത്തെ ചാപ്റ്ററിലെ ഒരു ചോദ്യത്തിന്റെ ഒരു അടിപൊളി ഉത്തരമായിട്ടാണ് ഇന്ന് റിജി സാർ വന്നിരിക്കുന്നത്. എല്ലാവർക്കും മെച്ചുപോട്ടിന്റെ വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. മക്കളെ, ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് സാറ് റിഡോക്സ് റിയാക്ഷൻ എഴുതുക, അതെങ്ങനെയാണ് പഠിക്കുക, അത് ഏതൊക്കെ തരത്തിലുണ്ട് എന്നുള്ളതൊക്കെയാണ് പലരും ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യമെങ്കിൽ ഇതാ പിടിച്ചോളി, ഈ നിമിഷം മുതൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇനി റിഡോക്സ് പ്രവർത്തനങ്ങൾ ഏത് ചാപ്റ്ററിലാണ് വരുന്നതായിരിക്കും എല്ലാവർക്കും സംശയമെങ്കിൽ ആ മൂന്നാമത്തെ ചാപ്റ്ററാണ് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതുക, അതിലെ വെറൈറ്റി ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാകാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. മാത്രമല്ല നിങ്ങളെ ചങ്കുകൾക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക, മാത്രമല്ല ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോസിൽ പോവാം. അപ്പോൾ എന്താണ് റിഡോക്സ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, റിഡോക്സ് പ്രവർത്തനം എല്ലാവർക്കും അറിയാം. ആനോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിനെ കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം കൊണ്ട് കൂട്ടി എഴുതുക. എടാ മക്കളെ, ആനോഡിൽ നടക്കുന്ന പ്രവർത്തനവും കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനവും ഒരുമിച്ച് കൂട്ടി എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഡോക്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ റിഡോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആനോഡിൽ നടക്കുന്ന പ്രവർത്തനവും കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനവും കൂട്ടി എഴുതുന്നതിനെയാണ് നമ്മൾ റിഡോക്സ് എന്ന് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ ഇത് രണ്ട് തരത്തിലാണ് മക്കൾക്ക് പഠിക്കാനുള്ളത്. ഒരു പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇത് രണ്ട് തരത്തിലൊക്കെ ഉണ്ടോ എന്ന് മൂക്കത്ത് വിരൽ വെച്ച് നോക്കും. ഓക്കെ, അതാണ് എജുപോർട്ട്. അപ്പൊ രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം ദാ നോക്കൂ, ആനോഡിൽ നടക്കുന്ന സിങ്കിന്റെ പ്രവർത്തനവും കാഥോഡിൽ നടക്കുന്ന കോപ്പറിന്റെ പ്രവർത്തനവും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ടൈപ്പ്. അപ്പൊ ഒന്നാമത്തെ ടൈപ്പ് ഏതാന്ന് ചോദിക്കുമ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഓൾറെഡി ചിന്തിക്കും, അതിപ്പോ ചിന്തിക്കേണ്ട. ഓക്കെ, അപ്പൊ ആനോഡിന്റെ പ്രവർത്തനത്തിനെ കാഥോഡിന്റെ പ്രവർത്തനം കൊണ്ട് നമ്മൾ കൂട്ടുന്നു, അടിയിൽ ഒരു വര ഇടുകയാണ്. ഇനി നമ്മളിത് എവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സാറ് പറയാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോളാം മക്കളെ. യെസ്, ലിസൺ. ഇവിടെ ആരോയ്ക്ക് അപ്പുറത്ത് രണ്ട് ഇലക്ട്രോൺസുകൾ ഉണ്ട്, റെഡി അല്ലേ? ഇവിടെ ആരോയ്ക്ക് ഇപ്പുറത്ത് രണ്ട് ഇലക്ട്രോൺസുകൾ ഉണ്ട്. അതായത് ആനോഡിലെ ഇലക്ട്രോൺസിന്റെ എണ്ണവും കാഥോഡിലെ ഇലക്ട്രോൺസിന്റെ എണ്ണവും തുല്യമാകുന്നതാണ് ഒന്നാമത്തെ ടൈപ്പ്. എടാ റെഡി ആണല്ലോ മക്കളെ? ഇതാ ഇവിടെയുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണവും ഇവിടെയുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണവും, അഥവാ ആനോഡിലെ ഇലക്ട്രോൺസിന്റെ എണ്ണവും കാഥോഡിന്റെ ഇലക്ട്രോൺസിന്റെ എണ്ണവും തുല്യമാകുന്നതാണ് ഒന്നാമത്തെ ടൈപ്പ്. അപ്പൊ ഞാൻ രണ്ടാമത്തെ ടൈപ്പിന്റെ പറയണ്ടല്ലോ. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് മക്കളെ. രണ്ടും തുല്യമായി വന്നാൽ ഒന്നും നോക്കണ്ട, ഇടവും വലവും തിരിയണ്ട, ഒറ്റ വെട്ട്. ഇതാ രണ്ട് ഇലക്ട്രോണും അങ്ങോട്ട് വെട്ടുക. ഒന്നും നോക്കണ്ട, രണ്ട് ഇലക്ട്രോൺസ് തുല്യമാണെങ്കിൽ അങ്ങോട്ട് വെട്ടുക. ഇനി നിരത്തി അങ്ങോട്ട് എഴുതുക. പിടിച്ചോ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതാ ആരോയ്ക്ക് ഇപ്പുറത്തുള്ള എഴുതുക എന്നുള്ളതാണ്. ആരോയ്ക്ക് ഇപ്പുറത്ത് ആരൊക്കെ ഉള്ളത്? സിങ്കും ഉണ്ട്, കോപ്പർ 2+ ഉണ്ട് അല്ലെ. സിങ്കിനെ കോപ്പർ 2+ കൊണ്ട് കൂട്ടുക. വളരെ സിമ്പിൾ ആണ്. സിങ്കിനെ ആരെ കൊണ്ട് കൂട്ടുക? കോപ്പർ 2+ കൊണ്ട് കൂട്ടുക. നോക്കിയോ, സിങ്ക് കൂട്ടണം കോപ്പർ 2+. അയ്യവാ, ഇത്രേ ഉള്ളൂ അല്ലെ. ആദ്യം നിങ്ങൾ ആരോയ്ക്ക് ഇപ്പുറത്തുള്ള കൂട്ടുക, സിങ്കിനെ കോപ്പർ 2+ കൊണ്ട് കൂട്ടുക അല്ലെ. സിങ്ക് കൂട്ടണം കോപ്പർ 2+. റെഡി. ഓക്കെ, ഇനി നമ്മൾ ആരോ ഇടുന്നു. ഇനി നമ്മൾ എഴുതുന്നത് ആരോയ്ക്ക് അപ്പുറത്തുള്ളതാണ്. ആദ്യം ആരോയ്ക്ക് ഇപ്പുറത്തുള്ള എഴുതി, ഇനി നമുക്ക് ആരോയ്ക്ക് അപ്പുറത്തുള്ള എഴുതാം. റെഡി, നോക്കൂ. സിങ്കിനെ Zn2+നെ കോപ്പർ കൊണ്ട് കൂട്ടുക. ആരെ കൊണ്ട് കൂട്ടുക? Zn2+നെ കോപ്പർ കൊണ്ട് കൂട്ടുക. ദാ കൂട്ടിക്കോളി, Zn2+ കൂട്ടണം കോപ്പർ. കണ്ടോ? ഇത്ര അങ്ങോട്ട് എഴുതി രണ്ട് വര അങ്ങോട്ട് വരച്ചാൽ എന്തായി മക്കളെ? ഒന്നാമത്തെ ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻ ആയി. ഈസി അല്ലേ മക്കളെ? ഈസി അല്ലേ? അപ്പൊ ദാ ഇങ്ങനെ കൂട്ടി, ഇങ്ങനെ കൂട്ടുന്നത് ഇങ്ങനെ എഴുതുക അല്ലെ. ഇപ്പൊ സിങ്കിന് പകരം എ ആണെന്ന് വിചാരിക്കാം. സിങ്കിന് പകരം എ, കോപ്പർ 2+ന് പകരം ബിയും ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതെങ്ങനെയാ റിഡോക്സ് ചെയ്ത? എ ബിയോട് കൂട്ടുക. അപ്പോൾ എ കൂട്ടണം ബി. ഇങ്ങനെ കൂട്ടുന്നത് ഇങ്ങനെ എഴുതുന്ന പരിപാടിയാണ് ഇത് റിഡോക്സ്. കേട്ടോ, ഈസിയാണ്, കണ്ടാ പേടിയാവും. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും, സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കും രണ്ടാമത്തെ ടൈപ്പ് ഏതാന്ന് ചോദിക്കും. രണ്ടാമത്തെ ടൈപ്പ് ഇത് അവിടെ എഴുതിയിട്ടുണ്ട്. നോക്കി, എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതൊരൊറ്റ നോട്ടത്ത് കണ്ടാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? ഇതിന്റെ പ്രത്യേകത മനസ്സിലാവും. എന്താണ് ആ പ്രത്യേകത? ഇവിടെ ഒരു ഇലക്ട്രോൺസും ഇവിടെ രണ്ട് ഇലക്ട്രോൺസും അല്ലെ. വ്യത്യസ്തമായ ഇലക്ട്രോൺസുകളാണെങ്കിൽ നമ്മൾ കുടുങ്ങി.
അല്ലെ? ഒരേ ഇലക്ട്രോൺസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? നമ്മൾ നേരെ വെട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ രണ്ടും വ്യത്യസ്തമായ ഇലക്ട്രോൺസ് വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വെട്ടാൻ പറ്റൂല. കളി മാറി അല്ലെ? ഒരേപോലെയാണെങ്കിൽ നമുക്ക് വെട്ടാൻ പറ്റായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ഇലക്ട്രോൺസും രണ്ട് ഇലക്ട്രോൺസും വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? വെട്ടാൻ പറ്റൂല. അപ്പൊ സാറേ നമുക്കൊരു കാര്യം ചെയ്താലോ? ഇവിടെ ഇത് മാറ്റിട്ട് രണ്ടാം കൂടെ എഴുതിയാലോ? ശരിക്കും അത് ചെയ്താൽ മതി അല്ലെ? ഇവിടെ 2 എഴുതി കഴിഞ്ഞാൽ ഇവിടെയും 2 ഇലക്ട്രോൺസ്, ഇവിടെയും 2 ഇലക്ട്രോൺസ്. റെഡിയാലോ? അപ്പൊ ഇവിടെ 2 ആക്കാൻ ഇപ്പൊ എന്താ ചെയ്യുക സാറേ? ഇത് മായച്ചിട്ട് 2 എഴുതിയാൽ മതിയോ? പോരാ കേട്ടോ. നിങ്ങൾ ഇവിടെ 2 ആക്കുകയാണെങ്കിൽ ഇത് മൊത്തം 2 എഴുതണം. അതിനൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ 2 ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ 2 ആക്കണം. ഇവിടെ 2 ആക്കണമെങ്കിൽ 2 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വെട്ടാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പൊ ഇവിടെ 2 ആക്കണമെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? ഈ ഒരു റിയാക്ഷനെ മൊത്തം 2 കൊണ്ട് ഗുണിക്കുക. ഇപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് 2 കൊണ്ട് ഗുണിക്കുന്നത്? എന്തിനു വേണ്ടി 2 കൊണ്ട് ഗുണിക്കുന്നത്? ഇവിടെ ഒരു 2 ഇലക്ട്രോൺസ് വരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്രയും കഷ്ടപ്പാടുള്ളത് അല്ലെ? അപ്പൊ ഈ ഇക്വേഷനെ മൊത്തം 2 കൊണ്ട് അങ്ങോട്ട് ഗുണിക്കുക അല്ലെ? അപ്പൊ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ മക്കൾ പേടിയൊന്നും വേണ്ട. ഗുണനപ്പട്ടി ചെല്ലണം എന്നൊക്കെ ചോദിക്കും അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ ചെല്ലി 1 2 2 2 അങ്ങനെ ചെല്ലണ്ട. ഈ ഇടത്ത് സൈഡിലൊക്കെ 2 അങ്ങോട്ട് ഫിറ്റ് ചെയ്യാം കേട്ടോ. ഈ ഇടത്ത് സൈഡിൽ ഇപ്പൊ 2 Na പ്ലസ് 2 ഇലക്ട്രോൺസ് കേട്ടോ. ഇടത്ത് സൈഡിലൊക്കെ 2 അങ്ങോട്ട് ഇടുക. ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ ഇതിന്റെ താഴോട്ട് ഇതാണ്. ഈ ഒരു ഇക്വേഷൻ മാത്രം ഞാൻ താഴോട്ട് ഇതാണ്. നോക്കിക്കോളൂ. 2 Na റെഡി അല്ലേ? ഇവിടെ 2 ഇട്ട് കൊടുക്കുക. ഇനി ഗിവ്സ് 2 Na പ്ലസ് റെഡി പ്ലസ്. ഇനി ഇവിടെ ആ 2 കൊണ്ട് ഗുണിക്കുക 2 ഇലക്ട്രോൺസ്. സെറ്റായില്ലേ? ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് തൽക്കാലത്തേക്ക് ഇനി മൈൻഡ് ചെയ്യണ്ട അല്ലെ? കാരണം ഇതിനെ മൊത്തം മാറ്റി നമ്മൾ ഈ രൂപത്തിലാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ അടിയിലുള്ള അങ്ങോട്ട് എഴുതുക. അടിയിലുള്ള എന്തായിരുന്നു? കോപ്പർ 2+ പ്ലസ് 2 ഇലക്ട്രോൺസ് ഗിവ്സ് കോപ്പർ അല്ലെ? നമ്മളിപ്പോ ഏതേ മാറ്റിയിട്ടുള്ളൂ? ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം മാത്രമേ നമ്മൾ മാറ്റിയുള്ളൂ അല്ലെ? ഇത് ആനോഡ്, ഇത് കാഥോഡ് അല്ലെ? ഇനി നമുക്ക് ഈസി ആയിട്ട് കൂട്ടാം അല്ലെ? ഇനി നമുക്കൊന്നും നോക്കാനില്ല, ഇടവും വലവും നോക്കാനില്ല. വേഗം കൊണ്ട് ചാമ്പിക്കോളി. 2 ഇലക്ട്രോൺസ് വെട്ടി. ഇനി 2 Na പ്ലസിനെ 2 Na കോപ്പർ 2+ കൊണ്ട് കൂട്ടുക. എങ്ങനെ കൂട്ടുക? 2 Na പ്ലസ് കോപ്പർ 2+. എന്ത് സുഖം അല്ലെ? 2 Na കോപ്പർ 2+ കൊണ്ട് കൂട്ടുക. ഈ ആരോയ്ക്ക് ഇപ്പുറത്ത്. ഇനി നമുക്ക് ആരോയ്ക്ക് അപ്പുറത്ത് ആരൊക്കെ ഉള്ളത്? 2 Na പ്ലസ് കോപ്പർ. 2 Na പ്ലസ് കോപ്പർ കേട്ടോ. ഇത്രയും ആയി കഴിഞ്ഞാൽ ആ ചാപ്റ്ററിലെ ഏറ്റവും വലിയ സാധനമാണ് കുട്ടികളെ നിങ്ങൾ പഠിച്ചത്. അപ്പൊ റിഡോക്സിന്റെ ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു ടൈപ്പ് നിങ്ങൾ ഒരാൾ പോലും അല്ലെങ്കിൽ അധികം ആരും പ്രാക്ടീസ് ചെയ്ത് കാണില്ല. ഇതും പ്രാക്ടീസ് ചെയ്യുക. 1ാമത്തെ ടൈപ്പും പ്രാക്ടീസ് ചെയ്യുക, 2ാമത്തെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ വലിയൊരു കാര്യം ചെറിയ സമയം കൊണ്ട് പഠിച്ചെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ആ ക്ലാസ്സിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം, ഒരു കിഡിലോസ്കി അഭിപ്രായം എന്ത് ചെയ്യുക? നിങ്ങൾ അടി കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നമ്മൾ ജൂബോട്ടിന്റെ അടിപൊളി ലൈവുകളൊക്കെ എന്താണ് നമ്മളെ മോഡലായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക, കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം? ഈ മോഡലിനെ എന്ത് ചെയ്യാം? ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി SSLCയിലേക്ക് എന്ത് ചെയ്യാം? ആ വരവ് നമുക്ക് ഗംഭീരമാക്കാം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ.